പ്രോട്ടീൻ കഴിക്കാത്തതിന്റെ കുറവാണോ, അല്ലെങ്കിൽ അത് ഇഞ്ചുറി വരുമോ എന്നുള്ള പേടിയുള്ള വർക്കൗട്ട് ആണെങ്കിൽ പിന്നെ കുറേ മാസം ജിമ്മിൽ പോകാൻ പറ്റില്ല. ഇഞ്ചുറി ഹെവി ആണെങ്കിൽ തിരിച്ചു വരാൻ മാസങ്ങളെടുക്കും. നമ്മുടെ ഗെയിൻസിനെ കില്ല് ചെയ്യുന്ന മെയിൻ കാരണം എന്താ? ഒരു ബാഡ് പ്രോഗ്രാം ഫോളോ ചെയ്യുന്നതാണോ, പ്രോട്ടീൻ കഴിക്കാത്തതിന്റെ കുറവാണോ, അല്ലെങ്കിൽ ട്രെയിനിങ് വോളിയം പോരാന്നതിന്റെ കുറവാണോ? പക്ഷെ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്നത് ഇതായിരിക്കും ബിഗ്ഗസ്റ്റ് റീസൺ. എന്താണെന്നല്ലേ? അത് ഇഞ്ചുറിയാണ്. ഇപ്പൊ നിനക്ക് ജിമ്മിൽ നല്ല മൊമെന്റം കിട്ടിയിട്ടും ഇഞ്ചുറി വന്നു കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രസ് എല്ലാം നിൽക്കും. ഇഞ്ചുറി ഹെവി ആണെങ്കിൽ തിരിച്ചു വരാൻ മാസങ്ങളെടുക്കും. അതുകൊണ്ടാണ് നമ്മുടെ വർക്കൗട്ട് പ്ലാനിൽ ഡീലോഡ് ആഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ മസിൽസിനെ ലോങ് ടൈം സേഫ് ആക്കാനുള്ള മെയിൻ കീ. ഡീലോഡ് എന്ന് വെച്ചാൽ എന്താണെന്നല്ലേ? ഡീലോഡ് ബേസിക്കലി ഹെവി ട്രെയിനിങ്ങിന് മുമ്പുള്ള ഒരു ഷോർട്ട് ബ്രേക്ക് ആണ്. ഫ്യൂ ഡേയ്സ് ഓഫ് എടുക്കാം, അല്ലെങ്കിൽ ലൈറ്റർ വെയിറ്റ്സ് എടുക്കാം, അല്ലെങ്കിൽ കുറച്ച് സെറ്റ്സ് ചെയ്യാം. ഇത് നമ്മുടെ മസിൽസ്, ജോയിന്റ്സ്, എനർജി ഇതെല്ലാം റിക്കവർ ആവാൻ സഹായിക്കും. ഇത് എടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് സ്ട്രോങ്ങർ ആയിട്ട് തിരിച്ചു വരാനും ഇഞ്ചുറി പ്രിവെന്റ് ചെയ്യാനും നമുക്ക് പറ്റും. മിക്ക ഇഞ്ചുറി ഉണ്ടാവുന്നത് നമുക്കൊരു ബാഡ് റെപ്പ് ചെയ്യുന്നതുകൊണ്ടല്ല. സ്ട്രെസ്, റിക്കവറി പോരാ, ഇതൊക്കെ അക്യുമുലേറ്റ് ചെയ്ത് ഇഞ്ചുറി വരാം. നമ്മുടെ ബോഡിക്ക് ഡീലോഡ് വേണമെന്ന് എങ്ങനെ മനസ്സിലാക്കുമെന്നല്ലേ പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കുന്ന സെയിം വെയിറ്റ് യൂഷ്വലി ഹെവി ആയിട്ട് തോന്നുകയാണെങ്കിൽ, എൽബോ, നീ, ഷോൾഡർ പെയിൻ ഇതെല്ലാം അൺയൂഷ്വൽ ആയിട്ട് തോന്നുകയാണെങ്കിൽ, അതുപോലെ തന്നെ ഡേ ഫുൾ ടയേർഡ്, മോട്ടിവേഷൻ ഇല്ല, സ്ലീപ്പ് പോരാ, ഇതൊക്കെ ബോഡി സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോനെ റെസ്റ്റ് എടുക്കടാ എന്നാണ്. ഇത് നമ്മൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇഞ്ചുറി കിട്ടും, പിന്നെ കുറേ മാസം ജിമ്മിൽ പോകാൻ പറ്റില്ല. നമുക്ക് ഡീലോഡ്സ് എത്ര വിധത്തിലുണ്ട് നോക്കാം. മൈക്രോ ഡീലോഡ്. ഇപ്പൊ എന്തെങ്കിലും ഒരു നമുക്ക് ചെയ്യാൻ പറ്റാത്ത വർക്കൗട്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ അത് ഇഞ്ചുറി വരുമോ എന്നുള്ള പേടിയുള്ള വർക്കൗട്ട് ആണെങ്കിൽ, ആ മസിൽ ഗ്രൂപ്പ് സെക്ഷൻ നമുക്ക് ഷോർട്ട് ചെയ്യാം. വോളിയം, ഇന്റൻസിറ്റി നമുക്ക് കുറയ്ക്കാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 3 സെറ്റ് എന്നുള്ളത് 2 സെറ്റ് ആക്കാം, അല്ലെങ്കിൽ നമുക്ക് വെയിറ്റ് കുറയ്ക്കാം. അതോടൊപ്പം തന്നെ റിക്കവറിയിലും ശ്രദ്ധിക്കണം. സ്ലീപ്പ് 7 മണിക്കൂറിന് കൂടുതൽ കിട്ടുകയാണെങ്കിൽ നല്ല കാര്യം. അതുപോലെ തന്നെ ഫുഡിൽ നമ്മൾ ശ്രദ്ധിക്കണം. സ്ട്രെസ് കുറയ്ക്കണം. അതുപോലെ തന്നെ വാട്ടർ ഇൻടേക്ക് നന്നായിട്ട് കൂട്ടണം. പിന്നെ ഉള്ളതാണ് നമുക്ക് 1 വീക്ക് റീസെറ്റ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മൾട്ടിപ്പിൾ മസിൽ ഗ്രൂപ്പ്സ് വീക്ക് ആണെങ്കിലോ ജോയിന്റ്സ് വീക്ക് ആണെങ്കിലോ നമുക്കൊരു വീക്ക് ഫുൾ ആയിട്ട് നമ്മൾ ചെയ്യുന്ന വർക്കൗട്ട്സിന്റെ പാതി വെയിറ്റ് കുറയ്ക്കാം, പാതി സെറ്റ്സും ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 3 സെറ്റ് ആണെങ്കിൽ അത് 2 സെറ്റ് ആക്കാം, 4 സെറ്റ് ആണെങ്കിൽ അത് 2 സെറ്റ് ആക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ വെയിറ്റ് നമുക്കൊരു 50% കുറച്ച് ചെയ്യുക. ലാസ്റ്റത്തെയാണ് ഫുൾ ഡീലോഡ്. ഒരു ഫുൾ വീക്ക് ഹെവി ട്രെയിനിങ്ങിനെല്ലാം നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. നമുക്ക് ലൈറ്റ് ആയിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്താൽ മതി. നമുക്ക് ജസ്റ്റ് ഒരു വാക്കിങ്ങിന് പോവാം, സ്ട്രെച്ച് ചെയ്യാം, മൊബിലിറ്റി ഇതൊക്കെ മാത്രം ചെയ്താൽ മതി. നമുക്കൊരു ഓപ്ഷനിലാണ് കോൾഡ് ഷവർ ചെയ്യണമെങ്കിൽ ചെയ്യും. സോ നമുക്ക് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് തന്നെ മസിൽ ലോസ് ഉണ്ടാവില്ല, പക്ഷെ നമുക്ക് അടിപൊളിയായിട്ട് തിരിച്ചു വരാനും പറ്റും. സോ ബോഡിക്ക് അങ്ങനെ ടയർഡായിട്ട് തോന്നുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു വീക്ക് ഡീലോഡ് ചെയ്തോ. ഞാനിത് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിലും പറയുന്നതാണ്, ഇത് നന്നായിട്ട് വർക്ക് ചെയ്യും. ഇതോടൊപ്പം നിങ്ങൾക്ക് എൻ്റെ ഒപ്പം ട്രെയിൻ ചെയ്യണമെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യുക.